Welcome to Recipes for Easy Cooking. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വെള്ളരിക്ക പച്ചടിയാണ്. ഇതുണ്ടാക്കാനായിട്ട് അധികം സമയമൊന്നും ആവശ്യമില്ല. ഊണ് കഴിക്കാനിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. പണ്ടുകാലത്ത് റോമാക്കാർ കാഴ്ചശക്തി കൂട്ടുന്നതിനുള്ള ഒരു ഔഷധമായി വെള്ളരിക്ക ഉപയോഗിച്ചിരുന്നു. വെള്ളരിക്ക അത്രയധികം ഔഷധ ഗുണമുള്ള ഒരു വെജിറ്റബിളാണ്. അധികം മൂത്തുപോകാത്ത വെള്ളരിക്ക വേവിച്ച് കഴിക്കുന്നതിനേക്കാൾ പച്ചയ്ക്ക് കഴിക്കുന്നതാണ് വളരെ നല്ലത്. പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇവിടെ കിട്ടുന്നത് ഇതുപോലെ നീളമുള്ള വെള്ളരിക്കയാണ്. ഇത് അധികം മൂത്തുപോകാത്ത വെള്ളരിക്ക ആയതുകൊണ്ട് വേവിക്കാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കയാണ് പച്ചടി വെക്കാനായിട്ട് എടുക്കുന്നത്. ഈ വെള്ളരിക്ക ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ച ശേഷം അല്പസമയം ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. വെള്ളരിക്കയിൽ കീടനാശിനിയുടെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകുന്നതിന് ഇത് സഹായിക്കും. ഇനി ഈ വെള്ളരിക്കയെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. സാധാരണ പച്ചടിക്ക് കട്ട് ചെയ്യുന്നതിനേക്കാളും അല്പം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. വെള്ളരിക്ക ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്ത ഇഞ്ചി കൂടെ പാത്രത്തിലിട്ട് കൊടുക്കാം. ഇനി എരിവിനാവശ്യമായ പച്ചമുളക് കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതുപോലത്തെ ചെറിയൊരു കഷ്ണം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതുകൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. തേങ്ങ കട്ട് ചെയ്തിട്ട ശേഷം ഞാൻ ഇതുപോലെ 1 ടേബിൾ സ്പൂണോളം വറുത്ത കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇതിന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കണം. ഞാനിവിടെ ചെറുതായിട്ട് ചതച്ചാണ് ചേർക്കുന്നത്. ഇനി പച്ചടിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂണോളം ജീരകം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ ഒരു 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായ പച്ചമുളക് കൂടെ ചേർത്ത ശേഷം ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ പച്ചമുളക് ചേർക്കുന്നില്ല. നേരത്തെ ചേർത്ത പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാനിപ്പോൾ പച്ചമുളക് ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. തേങ്ങ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ച ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങയൊന്ന് ചൂടാക്കിയ ശേഷം വെള്ളരിക്കയിൽ ചേർത്ത് കൊടുക്കാം. ഈ പച്ചടി വേവിക്കാതെ തയ്യാറാക്കിയെടുക്കുന്നതായതുകൊണ്ട് ഇതിൽ വെളുത്തുള്ളി ചേർക്കാറില്ല. ഇഞ്ചിയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ അല്പം ഇഞ്ചി കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഇനി ഇതിൽ ടേസ്റ്റിന് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൽ 1 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കണം. തൈര് ചേർക്കുമ്പോൾ അല്പം പുളിയുള്ള കട്ട തൈരാണ് ഇതിനായിട്ട് നല്ലത്. ഞാനിവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് അധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാതെ 1 ദിവസം പുറത്ത് വെച്ച ശേഷമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. തൈര് കൂടെ ചേർത്ത ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് വേവിക്കാതെ തയ്യാറാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം പോഷകസമൃദ്ധമാണ്. ഈ പച്ചടി കഴിക്കുമ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള ഓരോ സാധനത്തിൻ്റെയും ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.